ജൂൺ 29 തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിട്ടുള്ളത്. അതിലാദ്യത്തത് കോർ സെക്ടർ ഗ്രോത്ത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെയ്യിൽ 6.3% ഡൗൺ ആയിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള വാർത്തയാണ്. ഇപ്പോൾ കോൾ, ഇലക്ട്രിസിറ്റി അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഒക്കെ ഔട്ട്പുട്ടിൽ ഈ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണുന്നതായിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ ഒരു ഓരോ സെക്ടറിലും ഉണ്ടായിട്ടുള്ള ചേഞ്ചസ്, എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ്? നമ്മൾ എല്ലാ മാസത്തിലും ഈ ഒരു റിപ്പോർട്ട് വരുന്ന സമയത്ത് ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ കോർ സെക്ടേഴ്സിൻ്റെ ഗ്രോത്ത് നമ്മൾ മെഷർ ചെയ്യാറുണ്ട്. ഇന്ത്യക്ക് 8 കോർ സെക്ടേഴ്സ് ആണുള്ളത്. ഈ 8 കോർ സെക്ടേഴ്സിന്, പ്രത്യേകിച്ചും ഇൻഫ്രാസ്ട്രക്ചർ ബേസ്ഡ് ആയിട്ടുള്ള കോർ സെക്ടേഴ്സിൻ്റെ ഓരോ മാസത്തെയും ഔട്ട്പുട്ട് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഏപ്രിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 6.7%, അതിനെ കമ്പയർ ചെയ്യുമ്പോൾ 6.3% കുറഞ്ഞതായിട്ടാണ് പറയുന്നത്. അത് കോളിൻ്റെയും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിയുടെയും പ്രൊഡക്ഷനിൽ വർധനവുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസിൻ്റെ ഔട്ട്പുട്ടും 7% സ്റ്റീലിൻ്റെത് 7.6% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ റിഫൈനറി പ്രൊഡക്റ്റുകൾ 0.5% മാത്രമാണ്. എന്നാൽ പ്രധാനമായിട്ടും 3 സെക്ടേഴ്സാണ് കോൺട്രാക്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഒന്ന് സിമെൻ്റാണ്, മറ്റൊന്നാണ് ഫെർട്ടിലൈസർ സെക്ടർ. അപ്പോൾ ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സീക്വൻഷ്യലി മൊത്തത്തിൽ നോക്കുമ്പോൾ ഏപ്രിൽ ലെവലിൽ നിന്നും കോർ ഇൻഡസ്ട്രീസ് ഏകദേശം 3.7% വർധനമാണ് കാണുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ 8 കോർ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനെ 40% റെപ്രസെൻറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞ 3 മാസമായിട്ട് ലോ ആണ് IIP ഗ്രോത്ത്. അത് കമ്പയർ ചെയ്യുമ്പോൾ 3.7% ഒരു വർധനവ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുമെങ്കിലും ഓവറോൾ കോർ സെക്ടർ ഔട്ട്പുട്ട് ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനെ കമ്പയർ ചെയ്യുമ്പോൾ മെയിൽ 6.3% എന്ത് ചെയ്തിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി മറ്റ് 3 സെക്ടേഴ്സിലുണ്ടായ ഡ്രോപ്പിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിലും പക്ഷേ ഓവറോൾ ഇത്രയും ഒരു ഡ്രോപ്പ് ഉണ്ടായിട്ടുണ്ടെന്ന് ഓർത്തുക. അതായത് സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ ഈ ഒരു പ്രൊഡക്ഷനിൽ ഉണ്ടാകുന്ന കുറവിനെയാണ് ഈ ഒരു നമ്പേഴ്സ് കാണിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ നമ്പേഴ്സ് നമുക്ക് വലിയ റെലവൻ്റ് അല്ല, പക്ഷേ ഓവറോൾ എക്കണോമിയിൽ എന്താണ് സംഭവിക്കുന്നത്, 8 കോർ സെക്ടേഴ്സ് ഏതൊക്കെയാണ്, അതിൽ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനിലേക്കുള്ള കോൺട്രിബ്യൂഷൻ എത്രയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഏകദേശം ഓർത്ത് വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റീസെൻ്റ് ആയിട്ട് ഡൽഹിയിലെ വാട്ടർ ഷീറ്റേജിനെ കുറിച്ചിട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇത് ആക്ച്വലി പഞ്ചാബും ഹരിയാനയും തമ്മിലുള്ള ഒരു ഇഷ്യൂ ആണ്. അതായത് ഹരിയാനയ്ക്കുള്ള വെള്ളം പഞ്ചാബ് റിലീസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്ത വന്നതാണ്. ഇത് ആക്ച്വലി പറയുന്നത് സത്ലജ് യമുന ലിങ്ക് കനാലുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ എന്താണ് ഈ ഒരു സത്ലജ് യമുന ലിങ്ക് കനാൽ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആക്ച്വലി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹിമാചൽ പ്രദേശിലൂടെ നമുക്കറിയാം ഇൻഡസിൻ്റെ ട്രൈബ്യൂട്ടറി ആയിട്ടുള്ള സത്ലജ് പോകുന്നുണ്ട്. അപ്പോൾ ഇൻഡസ് വാട്ടർ ട്രീറ്റി പ്രകാരം സത്ലജ് നദിയിലെ ജലം ഉപയോഗിക്കാനുള്ള അവകാശം ഇന്ത്യക്കാണെന്ന് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസത്തെ ന്യൂസ് ടോപ്പിക്കുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആക്ച്വലി മറ്റൊരു നദിയാണ് യമുന എന്ന് പറയുന്നതായിട്ടുള്ളത്. യമുന ഇതിലൂടെ ഉത്തർപ്രദേശിലൂടെ പോകുന്നുണ്ട്, ഹരിയാനയിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഒരു ഐഡിയ ആയിരുന്നു, അതായത് ഈ സത്ലജ് നദിയിലുള്ള വെള്ളം ഈ ഒരു പ്രദേശത്ത്, അതായത് പഞ്ചാബിലെയും ഹരിയാനയിലെയും ഈ ഒരു പ്രദേശത്തുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഈ 2 നദികളെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു കനാൽ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇത്തരത്തിൽ ഉണ്ടാക്കുന്ന കനാലാണ് സത്ലജ് യമുന ലിങ്ക് കനാൽ എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി സത്ലജ് യമുന ലിങ്ക് കനാൽ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഈ ഒരു സത്ലജിലുള്ള വെള്ളത്തെ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കരാറാണെന്ന് പറയാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ രവി, ബിയാസ് തുടങ്ങിയിട്ടുള്ള നദികളുടെ വെള്ളവും ഇതിലേക്ക് എടുക്കാൻ വേണ്ടി പറ്റും എന്നുകൂടി ഓർത്ത് വെക്കുക. അപ്പോൾ സത്ലജ് യമുന ലിങ്ക് കനാൽ എന്ന് പറഞ്ഞാൽ 214 കിലോമീറ്റർ നീളമുള്ള ഒരു കനാലാണ്. സത്ലജിനെയും യമുന നദിയെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ 1982 പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്ദിരാഗാന്ധി ഈ ഒരു കനാലിൻ്റെ നിർമ്മാണം ആരംഭിച്ചതെങ്കിൽ പോലും, അതായത് പാട്യാലയിൽ വെച്ച്, പഞ്ചാബിലെ പാട്യാലയിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചതെങ്കിൽ പോലും ഇത് പിന്നീട് എന്ത് ചെയ്തു, പിന്നീട് ഇതിൻ്റെ പ്രവർത്തനം നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും 1966 പഞ്ചാബ്, ഹരിയാന 2 സംസ്ഥാനങ്ങൾ രൂപപ്പെട്ടപ്പോഴാണ് ഈ ഒരു വെള്ളവുമായി ബന്ധപ്പെട്ട പ്രശ്നം വരുന്നതായിട്ടുള്ളത്. അപ്പോൾ പഞ്ചാബ് ഇങ്ങനെ വെള്ളമെടുക്കുന്നത്, കാരണം പഞ്ചാബിൽ നിന്ന് വെള്ളമെടുത്ത് ഹരിയാനക്ക് കൊടുക്കുകയാണ്, സ്വാഭാവികമായിട്ടും ഇതിനെ പഞ്ചാബ് ഓപ്പോസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രശ്നത്തിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് 1982 ഇന്ദിരാഗാന്ധി ഈ ഒരു കനാലിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. പിന്നീട് 1985 പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും അതുപോലെ തന്നെ പഞ്ചാബിലെ ഗവൺമെൻറ് ആയിട്ടുള്ള അകാലിദളിൻ്റെ ചീഫ് മിനിസ്റ്ററുമായിട്ടൊക്കെ ആയിട്ട് സൈൻ ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ
ഈ ഒരു കരാറുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചു. 1996 ഈ ഹരിയാന സുപ്രീം കോടതിയിലേക്ക് പോവുകയും ഈ ഒരു സത്ലജ് യമുന ലിങ്ക് കനാലിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ട് വെള്ളം ഹരിയാനയ്ക്ക് ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് നടപടി സ്വീകരിക്കണമെന്ന് പറയാൻ വേണ്ടി ചെയ്യുകയും അതിൻ്റെ തുടർ വർക്കായിട്ട് കനാലിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുന്ന സ്റ്റേജിലേക്ക് പോവുകയും 2002-2004 കാലഘട്ടത്തിൽ കൺട്രോൾ കമ്മിറ്റികൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് 2004 ഈ ഒരു കരാറുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ പഞ്ചാബ് സ്റ്റേറ്റ് അസംബ്ലി പഞ്ചാബ് ടെർമിനേഷൻ ഓഫ് കോൺട്രാക്ട്സ് ആക്ട് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ചും വാട്ടർ ഷെയറിംഗ് കോൺട്രാക്റ്റുകളെ ടെർമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ട് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത്തരത്തിൽ വെള്ളത്തിന് ഷെയർ ചെയ്യുന്ന ആക്റ്റുകളെ ടെർമിനേറ്റ് ചെയ്യാൻ പറ്റില്ല, അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി ഇതിനെ സ്ട്രക്ക് ഡൗൺ ചെയ്യുകയും വോയിഡായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഓർത്തുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്നു മുതൽ തന്നെ ഈ ഒരു സത്ലജ് യമുന ലിങ്ക് കനാൽ കൂടുതൽ വാർത്തകൾ വരികയും പ്രശ്നമായിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഹരിയാന മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ പഞ്ചാബ് സത്ലജ് യമുന കനാലിലൂടെ വെള്ളത്തെ റിലീസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ ഹരിയാനയിൽ വാട്ടർ ഷോർട്ടേജ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് സത്ലജ് യമുന ലിങ്ക് കനാൽ, എന്താണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ്, പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യയിൽ ഇതുപോലെ തന്നെ ഫെഡറലിസം റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിലൊക്കെ നമുക്കിത് ഹൈലൈറ്റ് ചെയ്യാവുന്നതാണ്. സ്റ്റേറ്റ്സ് വാട്ടർ ഡിസ്പ്യൂട്ടുകൾ അതിനൊരു ഉദാഹരണമായിട്ടൊക്കെ ഇത് പറയാവുന്നതാണ്. അടുത്തത് ചെന്നകേശവ ടെമ്പിളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആക്ച്വലി ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ആയിട്ടുള്ള ഈ ഒരു ചെന്നകേശവ ടെമ്പിളിൻ്റെ ഒരു ഫോട്ടോ ആണ് പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ചെന്നകേശവ ടെമ്പിൾ എവിടെയാണ്, എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്നുള്ളത്. അപ്പോൾ ആക്ച്വലി ചെന്നകേശവ ടെമ്പിൾ എന്ന് പറയുന്നത് ഒരു വൈഷ്ണവ ഹിന്ദു ടെമ്പിളാണ്. ഇത് കാവേരി നദിയുടെ തീരത്തായിട്ട് സോമനാഥപുരം, മൈസൂരു, കർണാടകത്തിൽ മൈസൂരുവിനടുത്ത് സോമനാഥപുരത്തിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടെമ്പിൾ 1258 സോമനാഥ ദണ്ഡനായക എന്ന് പറയുന്ന ഹൊയ്സല കിങ് ആയിട്ടുള്ള നരസിംഹ മൂന്നിൻ്റെ ഹൊയ്സല കിങ് ആയിരുന്നു നരസിംഹ മൂന്ന്. അദ്ദേഹത്തിൻ്റെ ജനറൽ ആയിട്ടുള്ള സോമനാഥ ദണ്ഡനായക അദ്ദേഹം 1258 ഈ ഒരു ടെമ്പിൾ പണിതത് എന്ന് കരുതുന്നത്. ഇപ്പോൾ 2023 യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ലിസ്റ്റിലേക്ക് ഈ ഒരു ടെമ്പിൾ പെട്ടിട്ടുണ്ടായിരുന്നു. കൂടെ തന്നെ ഹൊയ്സലേശ്വര ടെമ്പിൾ, ഹലേബിദുവിലുള്ള ഹൊയ്സലേശ്വര ടെമ്പിളും അതുപോലെ തന്നെ ചെന്നകേശവ ടെമ്പിൾ, ബേലൂരുള്ള ചെന്നകേശവ ടെമ്പിളും ഇവയെല്ലാം ഈ ഒരു യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലേക്ക് പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ചെന്നകേശവ ടെമ്പിൾ അത് വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലെ ഭാഗമാണ്. എന്താണ് അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള സിഗ്നിഫിക്കൻസ്, ലൊക്കേഷൻ, ഇത്രയും കാര്യങ്ങൾ ബ്രീഫായിട്ടൊന്ന് ഓർത്ത് വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതാണ് ടെമ്പിളിൻ്റെ ആർക്കിടെക്ചർ ഏകദേശം ഒരു പിക്ചർ എന്ന് പറഞ്ഞാൽ. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ US റിലീസ് ചെയ്യുന്ന റിലീജിയസ് ഫ്രീഡം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ ആക്ച്വലി ഈ ഒരു റിലീജിയസ് ഫ്രീഡം റിപ്പോർട്ട് റീസെൻ്റായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ ഇന്ത്യ ശക്തമായിട്ട് വിമർശിക്കുകയാണ് ചെയ്തത്. ഇത് വളരെ ബയാസ്ഡ് ആണെന്നാണ് ഇന്ത്യ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം എന്താണ് റിലീജിയസ് ഫ്രീഡം റിപ്പോർട്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. കൂടുതൽ ദി ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസിനു വേണ്ടി പ്രതിമാസം 189 രൂപ എന്ന നിരക്കില് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. യൂട്യൂബ് വഴിയും ലേണേഴ്സ് IAS ആപ്പ് വഴിയും ക്ലാസുകൾ കാണാവുന്നതാണ്.